ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യാൻ എൻ്റെ ജോബ് കിറ്റ് ചെയ്യുമ്പം എൻ്റെ സാലറി വെറും 12,000 രൂപയായിരുന്നു. ഹായ്, മൈ നെയിം ഈസ് കെൻസൺ. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീലാൻസറാണ്. ആൻഡ് ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് മൈ ഫ്രീലാൻസിങ് ജേർണി. ആക്ച്വലി ഒരു 9 to 5 ജോബ് ഭയങ്കര ബോറിംഗ് ആയി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്തത്. മാത്രമല്ല, ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഒപ്പം ഒരു സെൽഫായിട്ടൊരു ഫ്രീഡം വേണമെന്നുള്ള ചിന്തയിലാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നിലവിൽ 24/7 ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് എനിക്കിതിൽ ഞാൻ ഫേസ് ചെയ്ത ഒരു 3 ചലഞ്ചസ് ഉണ്ട്. ഒന്ന്, ഒരു തുടക്കക്കാരനായതുകൊണ്ട് തന്നെ പുതിയ വർക്കുകൾ എടുക്കാൻ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി. കാരണം നമുക്ക് പോർട്ട്ഫോളിയോ ഇല്ല, പറയത്തക്ക വർക്കുകൾ കാര്യങ്ങളൊന്നുമില്ല. അതായിരുന്നു മെയിൻ ചലഞ്ച്. 2, ഉള്ള ക്ലയൻസിനെ നിലനിർത്തുക എന്നുള്ളത് നല്ലൊരു ടാസ്ക്കാണ്. ക്ലയൻസിനെ എടുക്കുന്നതിനപ്പുറമായിട്ട് പുതിയ ക്ലയൻസിനെ നിലനിർത്തുക എന്നുള്ളൊരു വലിയ ടാസ്ക്കാണ്. 3, വീട്ടുകാരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു ടാസ്ക്. സോ ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഫ്രഷേഴ്സിനോടാണ് പറയുന്നത്, ഫ്രീലാൻസിങ് അത്ര ഈസി ഒന്നുമല്ല, പക്ഷെ നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നതുള്ളൂ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക എന്നാണ്. അതിനൊപ്പം എങ്ങനെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം, ഞാൻ ഈ ചലഞ്ചസിനെയൊക്കെ എങ്ങനെ നേരിട്ടെന്നുള്ളത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയാം.